ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളെന്ന് പറയുന്നത് ആ തിരക്കഥ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യപ്പെടുന്ന തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഗപ്പിയിലും അത് തന്നെയാണ്. ഗപ്പിയിൽ എൻ്റെ കഥാപാത്രം ചേതൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൽ ഗപ്പി എന്ന് പറയുന്ന കഥാപാത്രത്തിന് പിതൃതുല്യനായ അവന് വാത്സല്യത്തോടെ സ്നേഹത്തോടെ കാരുണ്യത്തോടെ കാണുന്ന അവൻ ഒരു ചെറിയൊരു ഓട കെട്ടിയിട്ട് അയാളുടെ കടയോട് ചേർന്നിട്ട് ഒരു ചായക്കടയാണ്, ഒരു ചായക്കടക്കാരനായിട്ടാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ കടയോട് ചേർന്ന് ഒരു സ്കൂൾ മതിലിനോട് ചേർന്ന് അവൻ വളർത്തുന്ന ഗപ്പി മീനുകളുടെ ഒരു ഓടയുണ്ട്. അത് അയാളുടെ കടയിൽ നിന്നാണ് അവൻ അതിന് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ അച്ഛനില്ലാത്ത അമ്മ ഒരു തളർവാദ രോഗിയായ മകനാണ്. അപ്പോൾ അവനോട് വളരെ സ്നേഹവും കാരുണ്യവും ഒരു പിതാവ് മകനോട് കാണിക്കുന്ന വാത്സല്യം മുഴുവൻ കാണിക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ഗപ്പിയിൽ അവതരിപ്പിക്കുന്ന ഒരു ചായക്കടക്കാരനായിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ പല ഈഗോയും നമ്മൾ സിനിമയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രണ്ട് തലമുറകളുടെ ഒരു ജനറേഷൻ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഗപ്പി ആയിരിക്കണം ആദ്യമായിട്ട് അങ്ങനൊരു സബ്ജക്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന സിനിമ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കണ്ടു തന്നെ അറിയേണ്ട സാധനമാണ്. ഞാൻ പറയുന്നതിനേക്കാളും സിനിമ കാണുക എന്നുള്ളതാണ്. സിനിമ കാണുക, സിനിമ എനിക്ക് തോന്നുന്നു ഈ ഈഗോ ക്ലാഷ് അവസാനിക്കുന്ന ഒരു സിനിമയുടെ ഒരു അവസാനം വരുന്നൊരു സമയമുണ്ട്. അതായിരിക്കും ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ സാധനം. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എന്നെ അങ്ങനെ ഒരു നടനായി രൂപപ്പെടുത്തിയ എൻ്റെ നാടക ഗുരുക്കന്മാർക്ക് തന്നെയാണ്. ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊരു കഥാപാത്രത്തിലേക്ക് മാറുക എന്ന് പറയുന്നത് എന്നെ പെട്ടെന്ന് അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ അകത്ത് അഭിനയം എന്ന് പറയുന്നത് കുറയുകയും ഇപ്പോൾ കഥാപാത്രമായിട്ട് ബിഹേവ് ചെയ്യുക എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പെരുമാറ്റത്തിൽ തന്നെ വ്യത്യാസം വരുത്താൻ കഴിയുന്നെന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് ഒരു നടൻ എന്നുള്ളതിൽ കിട്ടുന്ന അംഗീകാരമാണ്. പക്ഷേ എനിക്കറിയില്ല അത് എത്ര കാലം അത്തരം വ്യത്യസ്തമായ വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ തോന്നൽ എനിക്ക് തോന്നുന്നത് 2-3 വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ, ബാക്കിയൊക്കെ എല്ലാം അതുപോലെയൊക്കെയുള്ള അതിൻ്റെ സാമ്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നതായിരിക്കും. അങ്ങനെയാണ് തോന്നുന്നത്. 100% ഒരു കഥാപാത്രമായിട്ട് മാറാൻ ഒരു നടന് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എൻ്റെ പകുതിയും ഉണ്ടാവും, ഞാൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പകുതി ഉണ്ടാവും, എനിക്ക് വരുന്ന കഥാപാത്രത്തിൻ്റെ പകുതി ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനൊരു കഥാപാത്രമായിട്ട് എനിക്കിപ്പോൾ വളരെ സന്തോഷം തരുന്ന സാധനമാണ്. എൻ്റെ പേര് പറയുന്നതിനേക്കാൾ പലരും എന്നെ ബേബിച്ചാനെന്ന് വിളിക്കുന്ന സമയത്ത് കിട്ടുന്നൊരു സന്തോഷം. ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ഒരു നടൻ അറിയപ്പെടുക എന്ന് പറയുന്നത് അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. അത് ആളുകളുടെ ഇടയിൽ അങ്ങനൊരു ബഹുമാനത്തോടുകൂടി ബേബിച്ചായ എന്ന് വിളിക്കുന്നൊരു വിളി കേൾക്കുമ്പോൾ എനിക്കൊരു നടനെന്നുള്ള രീതിയിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നത്. എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. ഒരേ അവസരത്തിൽ 2 കഥാപാത്രങ്ങൾ, 2 വ്യത്യസ്ത വേഷങ്ങൾ. എനിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്നത് വളരെ വ്യത്യസ്തമാണെന്ന് കാണിക്കാൻ പറ്റുന്നൊരു അവസരം കൂടിയാണത്. എനിക്ക് ഗപ്പിയിൽ ചെയ്യുന്ന അതേ ആവേശമല്ല ഞാൻ കിസ്മത്തിൽ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടേഴ്സ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് പ്രേക്ഷകൻ വിലയിരുത്തണം. അത് ഞാൻ വ്യത്യസ്തമായിട്ടുണ്ടോ എന്ന് അതിനുള്ളൊരു അവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അല്ലാതെ അങ്ങനെ രണ്ട് സിനിമകൾ ഇറങ്ങുന്നതിൻ്റെ ഒരു ഈഗോ പ്രശ്നം എനിക്കില്ല. കാരണം നല്ല സിനിമ എന്തായാലും സ്വീകരിക്കപ്പെടുമെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് മഹേഷിൻ്റെ പ്രതികാരം. അതുകൊണ്ട് ഒരു പഴയകാലം, മലയാളത്തിൻ്റെ ഒരു പഴയകാലം, നല്ല കാലം തിരിച്ചു വരുന്നതിൻ്റെ ഒരുപാട് സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുതിയ തലമുറ സംവിധായകർ വളരെ ശക്തമായ, വളരെ റിയലിസ്റ്റിക്കായിട്ട് സിനിമയെ കൃത്യമായും ആയുധമാക്കിക്കൊണ്ട് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ഒരു പീരീഡിലേക്കാണ് കിസ്മത്ത് പോലുള്ള സിനിമകൾ വരുന്നത്. സ്റ്റീവ് ലോപ്പസിനുള്ള പോലെയുള്ള സിനിമകൾ, രാജീവിൻ്റെ കമ്മട്ടിപ്പാറം പോലുള്ള സിനിമകൾ. അങ്ങനെ മലയാളത്തിനൊരു വലിയ ഉണർവുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ ആ സിനിമകളുടെയൊക്കെ ഭാഗമാകാൻ പറ്റിയെന്ന് പറയുന്നത്, അതിനൊരു നടനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്ന് പറയുന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അതെനിക്ക് കിട്ടിയൊരു ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അല്ല, എല്ലാ കാലത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നല്ല നടന്മാരെ അംഗീകരിക്കപ്പെടുന്നൊരു അവസ്ഥ പണ്ടും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരു നിർഭാഗ്യങ്ങളുടെ ഒരു ലോട്ടറി അടിക്കുന്ന പോലുള്ളൊരു സ്പേസ് കൂടിയാണ്. എനിക്കറിയില്ല അതിൻ്റെ മാജിക് എന്താണെന്ന് അറിയില്ല. അതൊരു മാജിക്, വേറൊരു ലോകം തന്നെയാണ്. സിനിമ ഒരു മാജിക്കാണ്. അങ്ങനെ ഒരു ആർട്ടാണ് ആ സാധനം. അതുകൊണ്ട് തന്നെ അതിനകത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന മുഖത്തോടുകൂടി ഓടി എത്രയോ കാലമായി സിനിമയിലൊരു വേഷം, ഒരു ചെറിയ വേഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെ ഇടയിൽ നിന്നാണ് ഇതിനൊന്നും ഒരു ശ്രമം പോലും നടത്താതെ എന്നെപ്പോലൊരു നടൻ എൻ്റെ സൗഹൃദങ്ങൾ ഉപയോഗിച്ച് സുഹൃത്തുക്കളൊക്കെ സിനിമയിലേക്ക് എത്തുമ്പോൾ ഞാനൊരു നാടകക്കാരനായതുകൊണ്ടും ഒരു അഭിനേതാവായതുകൊണ്ടും
ഒരു നടനെന്നുള്ള രീതിയിൽ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അത് രാജീവ് രവിയുടെ സുഹൃത്ത് വലയത്തിൽ നിന്ന് ഞാൻ അന്നയൻ റസൂലിലും സ്റ്റീവ് ലോപ്പസിലും ഒടുവിൽ കമ്മട്ടിപ്പാടത്തിലും അഭിനയിക്കുന്നു. പിന്നെ അൻവർ അലി എന്ന് പറയുന്ന കവി, അയാളുടെ സൗഹാർദ്ദവും ജോസ് തോമസ്, ഏഷ്യാനെറ്റിലെ പ്രൊഡ്യൂസർ ജോസ് തോമസിൻ്റെ സൗഹാർദ്ദവും വഴി ദയ എന്ന് പറയുന്ന പടത്തിൽ, ആദ്യത്തെ എൻ്റെ റിലീസ് ചെയ്ത പടം വേണുവിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ എം പി സുകുമാരൻ നായരുടെ, വേണുവിൻ്റെ സുഹൃത്തായ എം പി സുകുമാരൻ നായരുടെ ശയനം മുതലുള്ള ഒടുവിലിറങ്ങിയ ജലാംശം വരെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ രാജീവ് വിജയരാഘവൻ്റെ മാർഗത്തിൽ അഭിനയിക്കുന്നു. മാർഗത്തിലെ എന്നെ സൗഹാർദ്ദം വഴി നെടുമുടിച്ചേട്ടൻ എന്നെ രഘുനാഥ് പലേരി എന്ന് പറയുന്ന സംവിധായകനെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണീരിന് മധുരം എന്ന് പറഞ്ഞ ഇറങ്ങാതെ പോയൊരു സിനിമ, ഇന്ദ്രജിത്തും ഭാമയും നായകനും നായികയുമായിരുന്നു പടം. അതിനകത്ത് ഇന്ദ്രജിത്തിൻ്റെ അച്ഛനായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ആ പടം റിലീസായിരുന്നു എന്നുണ്ടെങ്കിൽ ബേബിച്ചായന് പകരം എൻ്റെ പേര് നിങ്ങൾ വിളിക്കുന്നത് ഇന്ദ്രജിത്തിൻ്റെ അച്ഛനായിട്ടുള്ള ആ കഥാപാത്രത്തിൻ്റെ പേരായിരിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ ആ പടം കാണാനുള്ള ഭാഗ്യം മലയാളികൾക്കുണ്ടായില്ല. അങ്ങനെ സൗഹാർദ്ദമാണ് വാസ്തവത്തിൽ എന്നെ സിനിമയിൽ എത്തിച്ചത്. സിനിമ എനിക്ക് തന്നത് സുഹൃത്തുക്കളാണ് എന്നെ സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയത്. സുഹൃത്തുക്കളുടെ സിനിമകളിൽ നിന്ന് സുഹൃത്തുക്കളുടെ സിനിമകളിലേക്ക് ഇങ്ങനെയുള്ള സഞ്ചാരം അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. ഒടുവിലിപ്പോൾ ഞാൻ അഭിനയിച്ച കസബ എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത് മമ്മൂക്ക മഹേഷിൻ്റെ പ്രതികാരം കണ്ടിട്ട് എന്നെ ആ പടത്തിലേക്ക് നിർദ്ദേശിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് കസബയിലെത്തുന്നത്. മമ്മൂക്ക പരിചയപ്പെടുത്തിയിട്ടാണ് ജോണി ആൻ്റണിയുടെ തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ പടത്തിലെത്തുന്നത്. അങ്ങനെ പുതിയ സൗഹാർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സൗഹാർദ്ദങ്ങളുടെ തുടർച്ചയായിട്ട് ഞാൻ ജിബു ജേക്കബിൻ്റെ ലാലേട്ടൻ അഭിനയിക്കുന്ന പടത്തിൽ അഭിനയിക്കുന്ന പേരിട്ടിടാത്ത സിന്ധുരാജ് എഴുതുന്ന സിനിമയുടെ സ്ക്രിപ്റ്റിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൗഹാർദ്ദം എന്നെ ഈ സിനിമയുടെ ഈ വല്ലാത്തൊരു മായിക ലോകത്തേക്ക് എത്തിച്ചു. ഞാൻ ആ മായിക ലോകത്ത് അങ്ങനെ വിഭ്രമിക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കാലവും സിനിമ തരുന്ന സന്തോഷവും എത്ര കാലവും എത്ര പീരീഡ് ഉണ്ടെന്നൊക്കെ എനിക്ക് നല്ല തിട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് മതിഭ്രമത്തിൽപ്പെടുന്നില്ല. ഒരു മായാലോകമാണ് സിനിമ എന്ന് പറയുന്ന സാധനം. അതിനകത്ത് മതിഭ്രമത്തിൽപ്പെടാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാൻ നടന്നു കയറിയ പടികൾ ഓർക്കുന്നുണ്ട്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളിങ്ങനെ മോഹത്തോടുകൂടി ഈ മായിക ലോകത്തെത്തപ്പെടാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ വളരെ ഇതിനൊന്നും ഒരു ശ്രമം പോലും ഞാൻ നടത്തിയിട്ടില്ല. കാരണം അതെൻ്റെ അഹങ്കാരം കൊണ്ടല്ല, എൻ്റെ തന്നെ അപകർഷതാബോധം കൊണ്ടാണ്. ഒരു സംവിധായകനോട് പോയി വേഷം ചോദിക്കാൻ എൻ്റെ തന്നെ മടി കൊണ്ടാണ്. കാരണം എനിക്ക് ഭയമായിരുന്നു. ഒരു വേഷം ചോദിച്ച് ചെല്ലുന്ന ആൾക്കാരോട് സംവിധായകർ പെരുമാറുന്നത് വളരെ മോശമായിട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരാളോട് പോയി ചോദിക്കാൻ മടിയുണ്ടായിരുന്നു. എന്നിലുള്ള ആത്മവിശ്വാസക്കുറവുണ്ടല്ല, ഒരാളോട് പോയി ഇങ്ങനെ ഒരു വേഷം ചോദിക്കുന്നതിന് എനിക്ക് തോന്നിയ ഒരു അപകർഷതാബോധം. അവരെന്നെ അങ്ങനെ കാണുമ്പോൾ ഒരു ഭിക്ഷാടനക്കാരനായിട്ടാണ് കാണുന്നതെന്ന് കെട്ടുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയായിരുന്നു. പക്ഷേ എന്നെ പലപ്പോഴും വേണിച്ചേട്ടൻ മാർഗത്തിൽ ഒരുമിച്ച് അഭിനയിച്ചതിന് ശേഷം പല സംവിധായകരെയും പരിചയപ്പെടുത്തി, പലരോടും പോയി കാണാൻ പറഞ്ഞു. ഞാൻ ചിലരെ ഒഴിവാക്കി, വേണിച്ചേട്ടൻ പറഞ്ഞിട്ട് പോലും. വേണിച്ചേട്ടൻ നിർബന്ധപൂർവ്വം പറഞ്ഞു വിട്ട പലരെയും പോയി കണ്ടു, അവരുടെ സിനിമകളിലൊക്കെ അഭിനയിച്ചു. സത്യനന്ദിക്കാട് സാറിൻ്റെ പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ചെയ്ത ഒരു സംവിധായകൻ്റെ ഒറ്റ സീനിൽ വന്നു പോകുന്നൊരു വേഷമാണ്. ആ വേഷം ആയിരുന്നില്ല വാസ്തവത്തിൽ എനിക്ക് ആ സിനിമയിൽ ഞാൻ ആദ്യമേ വേണിച്ചേട്ടൻ പറഞ്ഞിരുന്നെങ്കിൽ പോയി ചെയ്യേണ്ടി വരികയായിരുന്നു. വേണിച്ചേട്ടൻ്റെ നിർബന്ധം കാരണമാണ്. വേണിച്ചേട്ടൻ പലതവണ പറഞ്ഞു സത്യനെ പോയി കാണണം, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം നിർബന്ധം കാരണമാണ് ഞാൻ വേണിച്ചേട്ടനെ ഈ പറഞ്ഞിട്ട് സത്യൻ സാറിനെ കാണാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അവിടുത്തെ കാസ്റ്റിംഗ് മുഴുവൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ വേണിച്ചേട്ടൻ എന്നോട് ചോദിച്ചു കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്ത് വേഷമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംവിധായകൻ്റെയാണ്, ഒറ്റ സീനാണ്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇത്രയും ഇപ്പോൾ എല്ലാ കാസ്റ്റിങ്ങും കഴിഞ്ഞു, നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു സത്യ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞു അയ്യോ അത് ഒരു ചെറിയ സീനല്ലേ ഉള്ളൂ, അലൻ എന്ത് തീരുമാനിച്ചു, ചെയ്യുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. കാരണം ഞാൻ ആലപ്പുഴ സത്യസാറിനെ കാണാൻ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ നിന്ന് ഇങ്ങനെ ഒരാൾ അലൻസിയർ വന്നിട്ടുണ്ടെന്ന് റൂമിലേക്ക് വിളിച്ചു പറയുന്നു. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ കയറി സാറിൻ്റെ റൂമിലെത്തുമ്പോൾ ബെല്ലടിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് എനിക്ക് ഡോറ് തുറന്നു തരികയാണ്. ഞാൻ ഒരു വളരെ ലാളിത്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒരു മനുഷ്യനെ, ഒരു സംവിധായകൻ, എത്രയോ ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയ, എത്രയോ നടന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ സഹസംവിധായകരുണ്ട്, അവരൊന്നുമല്ല വന്ന് മുറി തുറന്നു തരുന്നത്. ഇദ്ദേഹം വന്ന് വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കുകയും എന്നെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഇതിൻ്റെ കഥ പറഞ്ഞു തരികയും എൻ്റെ കഥാപാത്രം ഇതാണ്, ഇത്ര ചെറിയ സാധനമേ ഉള്ളൂ, അതിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നോട് ചോദിക്കും. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മനുഷ്യനോടുള്ള സ്നേഹം, എന്നോട് കാണിച്ച ആ സ്നേഹത്തിന് ഞാൻ ആ വേഷം സ്വീകരിക്കാതിരുന്നാൽ അത് നന്ദികേടാവണമെന്ന് തോന്നിക്കൊണ്ടാണ് ഞാൻ വേണിച്ചേട്ടനോട് ഞാൻ ചെയ്യും, ഞാനിത് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്തോളാം. അങ്ങനെയാണ് പുതിയ തീരങ്ങളിൽ ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് എന്നെ ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സജീവമായിരുന്നു സിനിമയിൽ. വാസ്തവത്തിൽ
എല്ലാ സിനിമകളും ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ ലോകപ്രശസ്തമായ മേളകളിലൊക്കെ പോയിട്ടുള്ള സിനിമകളാണ്. പക്ഷേ അത് മലയാളികൾ കണ്ടിട്ടില്ല, അവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നെ തിരിച്ചറിയുന്നത് മഹേഷിൻ്റെ പ്രതികാരം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തിരിച്ചറിയുന്നത് സ്റ്റീവ് ലോപ്പസിലൂടെയാണ്. അവിടെ നിന്നാണ് ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിലെത്തുന്നത്. അപ്പോൾ എനിക്ക് പഴയ വഴികളൊന്നും മറക്കാൻ പറ്റില്ല. എന്നെ സഹായിക്കാൻ ശ്രമിച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സൗഹാർദ്ദം മറന്നാൽ ഞാനല്ലാതാകും.